നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്നും ഒരു ലീന കുമാരി ചേരുന്നു. ലീന കുമാരി, നമസ്കാരം. നമസ്കാരം ലീന. നമസ്കാരം. ഓക്കെ, എന്ത് ചെയ്യുന്നു ലീന കുമാരി? ലീന കുമാരി മുരളിയ ഡയറിയിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ക്ലീനിങ് സ്റ്റാഫാണ്. എവിടെയാ വീട്? വീട് തിരുവനന്തപുരം ജില്ല. സന്തോഷം. മാറനല്ലൂർ പഞ്ചായത്ത്. മാറനല്ലൂർ, മനസ്സിലായി. പറയൂ ലീന കുമാരി. എനിക്ക് പിന്നെ അവിടുത്തെ വീട് പണി നടക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പിന്നെ മരപ്പണിക്കാരനാണ്. എന്താ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേര് ജയനാണ്. അപ്പോൾ അവിടുത്തെ വീട് പണി നടക്കുമ്പോൾ ആ വർക്ക് ചെയ്യാൻ എൻ്റെ പുള്ളിക്ക് താല്പര്യമാണ്. ഓക്കെ, സന്തോഷം ലീന കുമാരി. ഒരിക്കൽ കൂടി പേരൊന്ന് പറയാമോ? അദ്ദേഹത്തിന്റെ പേരൊന്നുകൂടി ഒന്ന് പറയാമോ? ജയൻ. ഓക്കെ. ജയൻ ചേട്ടാ നമസ്കാരം. ജയൻ ചേട്ടൻ മരപ്പണിയാണോ? ഈ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന പണിയാണോ? കട്ടളയൊക്കെ ഉണ്ടാക്കുന്ന അതാണോ? ഫർണിച്ചർ ഉണ്ടാക്കും, ജനലോ വാതില്, അലമാരപ്പണി, മരപ്പണികൾ, എല്ലാ പണികളും ചെയ്യാറുണ്ട്. അപ്പൊ ഈ പുതിയ വീടുകൾക്ക് ആ മരപ്പണി ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാണ് അവിടെ വന്ന് ഞാനും ഞങ്ങളുടെ കൂടെ ഉള്ള വർക്കേഴ്സ് എല്ലാവരുമായിട്ട് ഞങ്ങൾ വന്ന് ചെയ്യാൻ താല്പര്യമുണ്ട്. ഓക്കെ, സന്തോഷം ജയൻ. തീർച്ചയായിട്ടും അത്തരം സേവനങ്ങളൊക്കെ ആ നാട്ടുകാർക്ക് ആവശ്യമുണ്ട്. എല്ലാ നാടുകളിൽ നിന്നും മനുഷ്യർ ഒരുമിച്ചെത്തി അവർക്ക് കൂര ഉണ്ടാക്കി കൊടുക്കണം. ഈ വാർത്തയൊക്കെ കാണുന്നുണ്ടായിരുന്നോ ജയൻ? ഈ വാർത്തയൊക്കെ കാണുന്നുണ്ടായിരുന്നോ? വയനാട്ടിലെ ദുരന്തവും. ഞങ്ങൾ ആദ്യത്തെ TV ഓണാക്കിയാൽ ആദ്യം കാണുന്ന വാർത്ത റിപ്പോർട്ടറായിരിക്കും. തീർച്ചയായിട്ടും കാണണം. നമ്മളുടെ എല്ലാ റിപ്പോർട്ടർമാരും അവിടെ തന്നെ തുടരുകയാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും ലീന കുമാരി, ഈ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വെക്കാം ജയന്റെ. അതിനുശേഷം ടൗൺഷിപ്പിന്റെ പ്രോജക്റ്റ് സർക്കാരാണ് അത് നേരിട്ട് ഏറ്റെടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് തീർച്ചയായും ജയനെ പോലുള്ളവരുടെയൊക്കെ സേവനം അവിടെ ആവശ്യമുണ്ട്. നമുക്ക് കൊടുക്കാം കേട്ടോ. താങ്ക് യു. വരാൻ തയ്യാറാണ്. താങ്ക് യു ജയൻ. നോക്കൂ, എത്രയെത്ര മനുഷ്യരാണ്. അവർക്ക് കഴിയുന്നത് അവർ കൊടുക്കുന്നു. വലിയ പണമൊന്നും അവർക്ക് കൊടുക്കാനില്ല. ലക്ഷക്കണക്കിന് രൂപ സംഭാവന ചെയ്യുന്നവരുടെ കയ്യിലുണ്ടാവില്ല. പക്ഷേ അവരുടെ 1, 2, 3 ഒരാഴ്ചത്തെയോ 10 ദിവസത്തെയോ 1 മാസത്തെ സേവനം പോലും കൊടുക്കാം. അത്യാവശ്യം ഭക്ഷണം തന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും എന്ന് പറയാൻ സന്നദ്ധരായി വരുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെ ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് അവരുടെ അധ്വാനം ഈ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന മനുഷ്യരെയാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൽ മരപ്പണിക്കാരുണ്ട്, അതിൽ ക്ലീനിങ് സ്റ്റാഫുകളുണ്ട്, അതിൽ വ്യവസായികളുണ്ട്, വലിയ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളുടെ അസോസിയേഷനുകളുണ്ട്. അങ്ങനെ എല്ലാവരും അവരുടെ വർഗ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്ന സുന്ദരമായ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് ഈ ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഒരിക്കൽ കൂടി പഠിക്കുന്ന പാഠമാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് മറക്കും കേട്ടോ. നമ്മളെയൊക്കെ വേർതിരിപ്പിക്കാൻ വരുന്ന ഈ ഛിദ്രശക്തികളുടെ മുന്നിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകലാണ് പതിവ്.